എല്ലാവർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നസീർക്ക, പ്രസാദേട്ടാ, നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അവർ എന്താണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ജോലി, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഒന്ന് പറയൂ. ഞങ്ങൾ പഴുവിൽ നിന്നാണ് വരുന്നത്. പഴു എന്ന് പറഞ്ഞാൽ പഴുവിൽ സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നിന്നാണ്. പഴുവിൽ എന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ നമ്മുടെ ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നല്ല എനർജി ആയിട്ട് നിൽക്കുക, നല്ല സ്കിറ്റുകൾ കാണാം, നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരെല്ലാം കാണാം കേട്ടോ. ഓക്കെ, ജീവനെ ഒഴിച്ച്. ഓക്കെ, അടിപൊളിയല്ലേ? താങ്ക് യു സാട്ടോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പിന്നെ പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്, നാട്ടിലെ കോമഡിക്കാർ. അതാണ് അതിന്റെ ടൈറ്റില്. പുതിയ താരങ്ങളെ നമ്മുടെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അതെ, സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ള പുതിയ കലാകാരന്മാർക്ക് വരാം, അവർക്ക് പെർഫോം ചെയ്യാം. ഗംഭീരമായ സപ്പോർട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ല പ്രസാദേട്ടാ, നമ്മൾ കലാകാരന്മാരും കലാകാരികളിൽ നിന്ന് ഒന്നുമില്ല ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത്, കാരണം തമാശ കിട്ടിയാൽ മതി ഇവിടെ. അതായത് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടുകാർ, ഒരുപാട് കോമഡികൾ പറയുന്ന നാട്ടുകാരുണ്ട് കേട്ടോ. ഹാസ്യം മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം, നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ. അതായത് ഇപ്പോൾ ഒരു നമ്പർ നമ്മുടെ സ്ക്രീനിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞ കൂട്ട് പെർഫോം ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം, പെർഫോം ചെയ്യാം അല്ലേ? ഇപ്പം എന്തായാലും നമ്മുടെ ഇത് അറിഞ്ഞ് ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇന്ന് അവരെ കൈനീട്ടമായിട്ടും കയറ്റിവിടാം. അവരുടെ പേരെന്താണ്? അവരുടെ പേര് ഒന്ന് സുധ, സെലീൻ, കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺസൺ ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചുവന്ന ഷാളിട്ട് നിൽക്കുന്നത് ഹോം നേഴ്സ് സാറ. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന സാറ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നും മുടങ്ങാതെ പൊതിച്ചോറ് വാങ്ങി തിന്നുന്ന ഏക ഹോം നേഴ്സ്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹോം നേഴ്സ് മറിയ. നിന്ന നിപ്പിൽ എങ്ങോട്ട് വേണമെങ്കിലും മറിയാൻ കഴിവുള്ളതാണ് മറിയ. കിടപ്പ് രോഗിയെ നോക്കാൻ പോയാൽ എങ്ങനെയെന്തോ മറിയയ്ക്ക് 5-6 കിലോ കൂടും. അങ്ങനെയുള്ള ഏക ഹോം നേഴ്സ്. ഇവര് രണ്ടുപേരും പത്രത്തിലെ പരസ്യം കണ്ട് ഒരച്ചായനെ നോക്കാൻ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി എന്താകുമോ എന്തോ. ഞാൻ പോകുന്ന പുറകെയല്ല, നീ എന്തിനാണ് ഈ നടക്കുന്നത്? അതിന് ആര് നടക്കുന്ന നിന്റെ പുറേ? ഞാൻ ഇവിടുത്തെ സാറിന് നോക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കണ്ടിട്ടാടി ഞാൻ ഇവിടെ വന്നത്. ഇനിയിപ്പൊ ഈ സാറിന്റെ പടം പത്രത്തിൽ വന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ എന്തോടി പറയുന്നേ? ഞാൻ നോക്കുന്നവരെല്ലാം ചത്തുപോകുന്നാന്നോടി നീ പറയുന്നത്? അതെടി, നീ നോക്കിയവരാരെല്ലാം നീ ഒഴുകി ജീവിച്ചിരിപ്പുണ്ടോടി? അതിപ്പം ഞാൻ നോക്കിയാലും നോക്കിയില്ലേലും മനുഷ്യന്മാരായ മരിക്കും. അത് പ്രപഞ്ച സത്യമാ. അതല്ലാതെ ഞാൻ കാലന്റെ പെങ്ങളാന്നോടി. നീ ഇപ്പൊ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ സാറാ ഇവിടെ വന്നതാണ്. ഈ സാറിനെ നോക്കിയിരിക്കൂടി. അതിന് സാറ ഒരു ജന്മം കൂടെ ജനിക്കണം. അതൊക്കെ ഈ മറിയ. ഈ സാറിനെ നോക്കാൻ മതതാണെങ്കിൽ ഞാൻ തേക്കും. അതല്ലടി. ഓ, നിന്റെ നോട്ടത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. എടി, നീ ഇന്നാളെ ആ കൈപ്പടെ പോയി അമ്മച്ചിയെ നോക്കാൻ പോയെടുത്തേ. ആ അമ്മച്ചി ഇച്ചിരി പൂച്ചതാ കുഞ്ഞേന്ന് പറഞ്ഞേന് നീ ചമ്മന്തിപ്പൊടി വാലിനകത്ത് കലക്കി കൊടുത്തതിനല്ലേടി നിന്നെ അവരവിടുന്ന് ഓടിച്ചത്. നീ കൂടുതലൊന്നും പറയണ്ട. മാന്തുകാല അമ്മച്ചിയുടെ വെപ്പ് പല്ലെടുത്ത് തേങ്ങാപ്പൂളാന്ന് പറഞ്ഞ് എലിപ്പത്തിനകത്ത് വെച്ച് എലിയെ പറ്റിച്ചില്ലോടി. അയ്യോ, തേങ്ങാക്കൊക്കെ എന്താ വില? ഈ വില കൂടിയ സമയത്ത് തേങ്ങാപ്പൂൾ ആരെങ്കിലും എനിക്ക് വെച്ച് കൊടുക്കൂടി. നിന്റെ ഒരു തേങ്ങാക്കാരിയാ. നിങ്ങളൊക്കെ ആരാ? പരസ്യത്തിൽ കൂടി പത്രത്തിൽ വന്ന സാറായ. സാറേ, അവക്ക് തെറ്റിയതാ. പത്രത്തില് പരസ്യം കൊണ്ട് വന്ന ഹോംലൈറ്റാ സാറേ. ഓംലെറ്റോ? ഹോംലൈറ്റ് അല്ല, ഹോം നേഴ്സ്. ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത് ഒരു ഹോം നേഴ്സിനാണല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ. ഇതെന്നാ കോംബോ ഓഫർ ആണോ? ഞങ്ങൾ രണ്ടുപേരും വന്നതിന് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാറേ? ഏയ്, എനിക്ക്
എന്നാ ബുദ്ധിമുട്ടിരിക്കുന്നത്? 4 or 5 പേരിഞ്ഞ് പോരട്ടെന്ന്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. സാറേ, ദയാ ഹോം നഴ്സിംഗ് സാർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ഈ കേരളത്തിലെ എല്ലായിടത്തും അതിന്റെ ബ്രാഞ്ച് ഉണ്ട്. കൊല്ലത്തില്ല. എന്നെയോ? അതല്ല സാറേ, കൊല്ലത്ത് അതിന്റെ ബ്രാഞ്ച് ഇല്ലെന്നാ പറഞ്ഞത്. ഓ, പേടിച്ചു പോയി. സാറേ, ഞാൻ ഞാൻ കാരുണ്യ നഴ്സിംഗ് ഹോമിൽ വരുന്നതാണ്. ഞങ്ങൾക്ക് ഒരു മാസം 24,999 രൂപയേ ഉള്ളു സാറേ. അപ്പൊ ഒരു കാരുണ്യോ ഇല്ലല്ലേ? ഉണ്ടല്ലോ. 25,000 രൂപയ്ക്ക് 1 രൂപയുടെ കാരുണ്യം കാണിച്ചേ. അതൊരു കാരുണ്യം തന്നെയല്ലേ? സാറേ, ഞാൻ ആദ്യം ഇവിടെ വന്നത് സാർ എന്നെ ഇവിടെ നിർത്തണേ സാറേ. ഞാൻ സാറിനെ നോക്കിക്കോളാം. ഈ സാറിനെ സാറേ, അവിടെ നിൽക്കുന്ന സാറ് ജോലിക്ക് വെച്ചാൽ വെളിയിലോട്ട് ഇറങ്ങുമ്പം സാറിന്റെ ഹോം നേഴ്സ് ആരാന്ന് ചോദിച്ചാൽ സാർ എന്നാ പറയും? സാറാ. അപ്പൊ അത് സാറിന് കൺഫ്യൂഷൻ ആവത്തില്ലയോ? പിന്നെ ഇത്രയും പൈസ മുടക്കി ഈ സാറായ ഇവിടെ നിർത്തിയ സാറിന് നാണക്കേടില്ലയോ? സാറാ ഹോം നേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് നാണക്കേടല്ലേ? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. സാറായുടെ പേരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സാറായെ ഞാൻ ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിയുമ്പം സാറാ ഹോം നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാവുമല്ലേ? സാറ് ടെൻഷൻ അടിക്കാ സാറേ. സാറേ, എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. സാർ അതങ്ങ് വിളിച്ചാ മതി. വീട്ടിൽ വിളിക്കുന്ന പേരെന്നാ? തക്കുടു. എവിടെ കൊണ്ടാ? ഞാൻ എല്ലാ ജോലിയും ചെയ്യും സാറേ. ഞാൻ പൊന്നുപോലെ സാറിനെ നോക്കും. ആണോ? സാറേ, ഞാൻ സാറിന്റെ പൊന്നുപോലെ നോക്കാം. സാർ എന്നെ തന്നെ ഇവിടെ നിർത്തണേ. നിർത്താ. ഇൻസുലിൻ എടുക്കുവോ? അയ്യോ, ഇല്ല സാറേ, ഇല്ല. ഞാൻ നേരെ വീട്ടിൽ പോയിട്ടുള്ളതാ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇൻസുലിൻ പോയിട്ട് ഒരു പെൻസിൽ പോലും എടുത്തിട്ടില്ല സാറേ. എന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടെങ്കിലും ഞാനൊരു കള്ളിയൊന്നുമില്ല സാറേ. ഇവിടെ ഇൻസുലിൻ എടുക്കുവോ? ഇല്ല സാറേ, പണ്ടങ്ങാണ്ട് ഒരു ബിൻസിയമ്മയുടെ വീട്ടിൽ നിന്ന് 3 മുട്ടയല്ലാതെ ഒരു സാധനം പോലും ഞാൻ എടുക്കത്തില്ല സാറേ. പിന്നെ ഇപ്പൊ ഏത് വീട്ടിൽ പോയാലും CC ക്യാമറ ഉള്ളത് കൊണ്ട് പിടിക്കും സാറേ. ഒന്ന് നിർത്താവോ? എന്റെ മോനെ, എനിക്ക് ഷുഗർ കൂടിയിട്ട് ഈ തൊടയില് ഇൻസുലിൻ എടുക്കുന്ന കാര്യ ഞാൻ ചോദിച്ചത്. അറിയാവോ? അതായിരുന്നോ? അറിയത്തില്ല സാറേ. ഇവിടെ അറിയാവോ? എനിക്കും അറിയത്തില്ല സാറേ. പക്ഷേ എനിക്ക് ഷുഗർ വരുമ്പോൾ ഞാൻ എൻ്റെ കാലെ കുത്തി പഠിച്ചിട്ട് സാറിന് ഞാൻ എടുത്തു തരും സാറേ. സാറിന്റെ ഭക്ഷണ കാര്യത്തിന് എല്ലാം ഞാൻ എന്തും ചെയ്തു തരും സാറേ. ആണോ? സാറേ, സാറിന്റെ മെനു? അയ്യോ, അവനിപ്പം ഭയങ്കര കുസൃതിയാ, ഓടിച്ചാടി നടക്കും. മനുവിന്റെ കാര്യല്ലേ, എന്റെ കൊച്ചുമകൻ. അതല്ല സാറേ, സാറ് കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാ പറഞ്ഞേ. സാറിന് വെജ് ആണോ നോൺ വെജ് ആണോ ഇഷ്ടം? അതാണ് ചോദിച്ചത്. ഓ, അത് ശരി. എനിക്ക് നോൺ വെജിനോട് ഒരു നിർബന്ധവും ഇല്ല. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. സാറേ, അതുകൊണ്ട് പറഞ്ഞല്ല, ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുമ്പോഴേ ഒന്നിച്ച് എല്ലാം കൂടെ ഉണ്ടാക്കും കഴിക്കുന്ന അതുകൊണ്ട്. സാറേ, മക്കളൊക്കെ? മൂത്തവൻ അമേരിക്കയിലാ, രണ്ടാമത്തവൻ ന്യൂസിലൻഡാ, മൂന്നാമത്തവൻ ഗ്രീസിലാ. ബൈക്കിന്റെ ചൈന? ബൈക്കിന്റെ ചൈന ഒന്നുമല്ല, ഗ്രീസ് എന്ന രാജ്യത്താണെന്ന്. നീ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പറയാം. 4-മത്തവൻ ആസ്ട്രേലിയയിലാ, 5-മത്തവൻ ഉഗാണ്ടയിലാ. അപ്പൊ സാറിന്റെ ഭാര്യ? അവളിങ്ങനെ കറങ്ങി നടക്കുകയല്ലേ. അതെന്താ സാറേ കറങ്ങി നടക്കുന്നേ? അയ്യോ, മൂത്തവന്റെ ഭാര്യ അമേരിക്കയെ പ്രസവിച്ചപ്പോ അവൾ അങ്ങോട്ട് പോയി. അന്നേരമാണ് 2-മത്തവന്റെ ഭാര്യ ന്യൂസിലൻഡിൽ പ്രസവിച്ചു. ന്യൂസിലൻഡിൽ നിന്ന് അവൾ അങ്ങോട്ട്. പിന്നെ 3-മത്തവന്റെ ഭാര്യ ഗ്രീസിൽ പ്രസവിച്ചപ്പോ അങ്ങോട്ട് പോയി. ഗ്രീസിൽ നിന്ന് അവൾ 4-മത്തവന്റെ ഭാര്യ ആസ്ട്രേലിയ പ്രസവിച്ചു. അന്നേരം അങ്ങോട്ട് പോയി. ആസ്ട്രേലിയയിൽ നിന്ന് നേരെ 5-മത്തവന്റെ ഭാര്യ ഉഗാണ്ട പ്രസവിച്ചു. അന്നേരം അവൾ അങ്ങോട്ട് പോയി. ഇപ്പൊ അവൾ ഉഗാണ്ടയിലുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മൂത്തവന്റെ ഭാര്യ 2-മത്തെ പണി ഒപ്പിച്ചു വെച്ചിരിക്കുക. എന്നെ വന്നെ ഞാൻ എന്നാ ചെയ്യാൻ? നമ്മുടെ ഒരു കാര്യമേ. സാറേ, എന്നെ തന്നെ ഇവിടെ നിർത്തണേ. നിങ്ങളെ തന്നെ നിർത്തിക്കോളാം. എന്താണെന്നറിയാവോ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഹോം നേഴ്സിനെ വേണമെന്നും പറഞ്ഞൊരു പരസ്യം കൊടുത്ത് വെച്ചത്. അയ്യോ സാറേ, സാർ എന്നെ ഇവിടെ നിർത്തണേ സാറേ. ഞാൻ നിങ്ങളെ 2 പേരെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എങ്ങനെ, എനിക്ക് 2 പേരെ ഇഷ്ടാ. പക്ഷെ ഞാനൊരു കാര്യം പറയാവേ. പറഞ്ഞോ സാറേ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പാട്ട് പാടി ഉറക്കണം. പാടുവോ? പാടാൻ അറിയത്തില്ലെങ്കിലും ഈ ജോലിക്ക് വേണ്ടി പാട്ടിന്റെ ഏതെങ്കിലും അങ്ങറ്റം വരെ ഞാനങ്ങ്
എന്നാ ഒന്ന് പാടിക്കേ. കനകച്ചിലങ്ക കിളങ്ങി കിളങ്ങി കാനനച്ചോല കുണങ്ങി കുണങ്ങി. ആ കുണുങ്ങിയത് മതി, കുണുങ്ങിയത് മതി, കുണുങ്ങിയത് മതി. സാറേ ഞാൻ സാറിന്റെ കാര്യമെല്ലാം നോക്കിക്കോളാം സാറേ. സാറേ എന്നെ സാറ് ഇവിടെ നിർത്തണം സാർ. പട്ടി കൂടുവോ? പട്ടി പാടുവോ? ഞാന് പാടണോ? പാടാ സാറേ. ആ പാടിക്കേ. പാടണോ? പാട്. ഞാൻ പാടും. പാട്. ഓമാന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തൻ്റെ നീലാവോ. തോന്നി മാസം കാണിക്കരുത് നീ. എടീ നിനക്ക് പാടാനറിയാന്നെങ്കിൽ ആദ്യം നീ അങ്ങ് പാടിയാ പോരാന്നോ? എന്നെ പാടിച്ചിങ്ങനെ നാണം കെടുത്തേണ്ട കാര്യം സാറേ. എനിക്ക് ഇവിടെ മുന്നിൽ ഡാൻസ് കളിച്ച് തോപ്പിക്കണം സാറേ. എനിക്കൊരു ഡാൻസ് കളിക്കണം സാറേ. സാറാ, അയ്യോ ഡാൻസ് കളിക്കണ്ട. നിർത്ത്, നിർത്ത്, നിർത്ത്. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ എടുക്കാം. രണ്ടുപേർക്കും സമ്മതമാണോ? സമ്മതമാ സാർ. ഞാൻ 10,000 രൂപ ഇപ്പൊ കൂട്ടിത്തരാം. 20,000 രൂപ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ 30,000 രൂപ ആയി. 15,000 രൂപ വെച്ച് ഷെയർ ആയിട്ട് നിങ്ങൾ എടുത്ത് ഇവിടെ നിന്നോണം. രണ്ടുപേർക്കും സമ്മതമാണോ? സാറേ അപ്പൊ പിന്നെ നിങ്ങളെ രണ്ടുപേര് ഞാൻ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ശരി സാറേ. സാറേ സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സാറേ. സാറന്നേ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തല്ലോ, സാറിനെ നോക്കാൻ ഹോം നേഴ്സിനെ വേണോന്ന്. അവിടെ ഒരു തിരുത്തുണ്ടല്ലോ സാറേ. എന്താ തിരുത്ത്? സാറിനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വേണോന്നല്ലായിരുന്നോ അവിടെ വെക്കേണ്ടത്? അമ്പടി കള്ളികള്. ദേഹത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നാട്ടിലെ കോമഡിക്കാർ എന്ന് പറഞ്ഞ ഈ സെഗ്മെന്റിൽ ഗംഭീരമായിട്ട് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു ടീമാണ് നിങ്ങൾ. അപ്പൊ ഇത്രയും കഴിവുള്ള ആൾക്കാർ ഇനിയും പുറത്ത് നിൽക്കുക നമ്മുടെ ഇങ്ങോട്ട് ഈ അല്ലേ നാട്ടിലെ കോമഡിക്കാർക്ക് വരാൻ വേണ്ടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പേര് നീല ചുരിദാറ്. സുധ. സുധ. എവിടെയാണ് സ്ഥലം? പത്തനംതിട്ട കടമനിട്ട. കടമനിട്ട. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡേ ഉള്ളൂ. 2 പെമ്മക്കളായിരുന്നു, കല്യാണം കഴിച്ചു വിട്ടു. ഹസ്ബൻഡിന് എന്താ ജോലി? ടാപ്പിങ്ങാ. ടാപ്പിംഗ്. ഓക്കെ. അപ്പൊ എന്താ ജോലി വല്ലതും ഉണ്ടോ? ഞാൻ ഹോം നേഴ്സായിട്ട് പോകുന്നു. ആഹാ, അതാണ് പരിചയമുണ്ടല്ലേ. അതാണ്. മക്കളെന്ത് ചെയ്യണ്? മക്കള് 2 പേരെയും കല്യാണം കഴിച്ചവര് വീട്ടിലെ കാര്യങ്ങൾ നോക്കി. ഇനി ഈ ഹോം നേഴ്സിനെ പരിചയപ്പെടാം. അതെ, അതെ. പേര് പറ. എന്റെ പേര് സെലിന്ന. എന്ത് ചെയ്യുന്നു? തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ ജോലിയൊന്നുമില്ല. അത് ജോലിയല്ലേ, നല്ല ജോലിയല്ലേ തൊഴിലുറപ്പ്. വീട് എവിടെയായിട്ടാ? എന്റെ വീട് പന്തളം കുളനട മാന്തുകയെന്ന് പറയും. പന്തളം. അടിപൊളി. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഇത് കോമ്പിനേഷൻ? പണ്ട് മുതലേ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ അതോ? ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ 2 പേരും. ആണോ? ആയിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നിട്ടാ. 2 പേരും നല്ല രസമായിട്ട് ഭയങ്കരമായിട്ട് ചെയ്തത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റുകളൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ തെറ്റിക്കും, പിന്നെ അവിടെ നിന്ന് രണ്ടാമതൊക്കെ തുടങ്ങും. പക്ഷെ നിങ്ങളിൽ നിന്ന് അതൊന്നും കണ്ടില്ലട്ടോ. ഭയങ്കര രസമായിരുന്നു. എന്തോരം തമാശയാണ് പറഞ്ഞത്. എന്തോരം കൗണ്ടേഴ്സ് ആയിരുന്നു. ഒരുപാട് തമാശ ഉണ്ടായിരുന്നു. അതെ, അത് മാത്രമല്ല ഇങ്ങനെയുള്ള വേദികളിൽ നിങ്ങൾ ഇതിനു മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല സാറേ. ഫസ്റ്റ് ആണോ? അതെന്താ പറയുമ്പോ ടൈമിങ് നോക്കണമല്ലോ. ഈ ടൈമിങ്ങിൽ പറഞ്ഞില്ലെങ്കിൽ ആ തമാശയുടെ വാല്യൂ പോകും. അതിനൊരു കയ്യടിയോ ചിരിക്കാനോ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇത് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. അത് തീർന്നതും ആ ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവർ എഴുന്നേറ്റ് നിങ്ങളെ റെസ്പെക്ട് ചെയ്തു. അപ്പൊ ചേട്ടാ, ഇവർ 2 പേരാണ്, ഈ ഫീമെയിൽസ് 2 പേരുമാണ് നമ്മുടെ ഓഡീഷൻ ഇവിടെ വന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഒരാളെ അങ്ങോട്ട് കൊടുക്കണമല്ലോ. 3 പേര് വേണമല്ലോ. അപ്പൊ 3ാമത്തെ ആളായിട്ട് നമ്മൾ കൊടുത്താണ് നമ്മുടെ ജോൺസൺ ചേട്ടനെ. ഓ, ഗംഭീരമായ നല്ലൊരു മുതലാളി കേട്ടോ. എന്നാൽ അവസാനം ഒരല്പം താല്പര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഈ ഹോം നേഴ്സിന്റെ വില കളഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇതിന്റെ കണ്ടന്റ് തന്നത് ആരാണ്? ഈ ഹോം നേഴ്സ് തന്നെ കണ്ടന്റ് ഉണ്ടാക്കിയാണോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നാണോ കണ്ടന്റ്? അത് കണ്ടന്റ് ഇവിടുന്ന് എല്ലാവരുടെ കൂടെ തന്നതാ. കണ്ടന്റ് ഒരുപാട് ഇവിടുന്ന് തന്നെ ശശാങ്കൻ ചേട്ടനും
അങ്ങനെ അവരെല്ലാം കൂടെ കൊടുക്കുന്നതാ. പക്ഷെ ഉഗ്രം കണ്ടന്റ്. കാര്യം ഒരു വീട്ടിലേക്ക് 2 ഹോം നേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതമായ കാര്യമാണ്. അതെ, പുതിയൊരു സബ്ജക്റ്റാണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇതുവരെയും ഈ വേദിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ വേദിയിലെന്നല്ല, വേറൊരു വേദിയിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള സാധനം. അല്ല, അത്രയും നല്ല ഒരു സബ്ജക്റ്റിനെ അത്രയും കളർഫുൾ ആക്കിയത് നിങ്ങളുടെ ഒരു പ്രയത്നം കൂടിയാണ് കേട്ടോ. ഫസ്റ്റിലേ വന്ന് ചെയ്യുന്നവരാന്ന് ഒരിക്കലും പറയല്ല കേട്ടോ. അത്ര മനോഹരമായിട്ടാണ്. നമ്മളെ ഈ വേദിയിലെ നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുന്ന ആദ്യത്തെ സ്കിറ്റാണിത്. അപ്പൊ ഇതിലേക്ക് വരാനുള്ളൊരു എന്തായിരുന്നു ഒരു പ്രചോദനം നിങ്ങളുടെ രണ്ടുപേരും ചേച്ചി? ഞങ്ങൾ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഐറ്റം വേറെ ഈ ഫ്ലോറിൽ ഒന്ന് വരാന്. അത് സാധിച്ചു, ദൈവത്തിന് നന്ദി. അതുകൊണ്ടാണ് ഇതില് വന്ന് പങ്കെടുക്കണമെന്ന് വിചാരിച്ചല്ലേ? ഞങ്ങൾ രണ്ടുപേരോട് കൂടെ എപ്പോഴും വിളിക്കും. ഐറ്റം വേറെ കണ്ടേ ഇത് കാണുന്ന തന്നെ ഞങ്ങൾ പിന്നെ യൂട്യൂബിൽ പിന്നെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ വരാനോട്ട് കുറെ നാൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുക. പക്ഷെ ആ വരവ് 1.5 വരവായി പോയിട്ടാ. അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. സുധക്ക് ഇതിനകത്ത് പാടാൻ അറിയാം അല്ലേ? ആ പാടാൻ അറിയാമെന്നുള്ളത് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നവർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ആ പാടാൻ അറിയാത്ത ആളുടെ അമർഷം നല്ലതായിട്ട് പാടും. ആ നന്നായിട്ട് പാടും, അത് മനസ്സിലായി. അത് മറ്റേ ആൾക്ക് ഡാൻസ് ചെയ്ത് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു അമർഷം അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ഡാൻസ് ഞങ്ങൾ പ്രതീക്ഷിച്ചു കേട്ടോ. ഉണ്ടാകും, കാര്യം നിലനിൽപ്പാണല്ലോ ഏറ്റവും വലുത്. അതിനുവേണ്ടി ഒരു ഡാൻസ് കളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അല്ല, ആ അസൂയ നന്നായിട്ട് അവതരിപ്പിച്ചിട്ട്. ആ അസൂയ എന്ന് പറയുന്നത്, എടി നീ എന്ത് കൊടും ചതിയാണ് ചെയ്തത്, നിനക്ക് പാടാൻ അറിയാൻ പാടില്ലെങ്കിൽ നേരത്തെ പറയണ്ടേ, എന്നെ കൊണ്ടൊക്കെ ബലി കൊടുക്കണം എന്നുള്ള സെറ്റപ്പിലാണ്. സെലിൻ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ഹസ്ബൻഡും 3 മക്കളും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കൂലിപ്പണിയാണ്. മക്കളോ? മക്കള് മൂത്ത മോൻ ജോലി ചെയ്യുന്നു. 2 പെൺപിള്ളേരാ. ഒരാളെ കല്യാണം കഴിച്ചയച്ചു. ഹസ്ബൻഡിന്റെ പേര് ജോർജ്. ഇതിപ്പോ അവരോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നാക്കണത്? എന്ന് വെച്ചാൽ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാക്കണല്ലേ? അവര് കണ്ടിട്ടില്ല, ഈ തമാശകളൊന്നും അവർ കേട്ടിട്ടില്ല. ഇല്ല ടിവിയിലെ കാണുള്ളല്ലേ? ഇത് നാട്ടുകാരൊക്കെ ഒരു ആഘോഷമായിട്ട് എടുക്കും. ഫ്ലെക്സ് വരും. സാറേ, പിന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ അവസരം തന്ന ഫ്ലവേഴ്സ് ടിവിക്കും പിന്നെ ഇതിൻ്റെ ഈ ഷോയുടെ നടത്തിപ്പ് പിന്നെ അർജുൻ സാറിനും ഞങ്ങളുടെ നന്ദി കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഈ നാട്ടിലെ കോമഡിക്കാർ എന്ന പ്രോഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും താല്പര്യമുള്ളവർക്ക് കടന്നു വരാം എന്നുള്ളതാണ് നമ്മളുടെ ഇതിനകത്തുള്ള ഒരു മോട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിലുള്ളവരിൻ്റെ ഗ്യാപ്പിൽ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പലർക്കും താല്പര്യമുണ്ടെന്ന്. അപ്പം നല്ലൊരു കൈഡി കൊടുക്കാം. ഇതിൽ നിന്ന് ആരൊക്കെയാണ് നമ്മുടെ ഇതിലോട്ട് ഐറ്റം വേറെയിലോട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. അല്ല, ഇനി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൺ പെൺ വ്യത്യാസമില്ല. അതുപോലെ തന്നെ എത്ര ചെറിയ വയസ്സുള്ള ആളുകൾക്കും വരാം, അതുപോലെ എത്ര പ്രായമുള്ള ആളുകൾക്കും വരാം. നമുക്കിവിടെ വേണ്ടത് അവരുടെ പെർഫോമൻസ് ആണ്. അതാണ് വേണ്ടത്. അത് മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. ഇവിടെ വന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ആക്കി എടുത്തോളാം. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അതെ, നിങ്ങൾക്ക് തരുന്ന ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അങ്ങനെ എല്ലാ ചാനലും കൊടുക്കാറേ ഇല്ല, കൊടുത്തിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ വലിയ കലയോട് അങ്ങനെ കളിക്കാനുള്ള വലിയ കഴിവൊന്നും ഇല്ല. ആര് പറഞ്ഞ്? നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, അത് തന്നെ വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ ചെയ്തത്. ഇത് ഇവിടെയുള്ളവര് ഞങ്ങളെ അതുപോലെ ശശാങ്കൻ സാറൊക്കെ ഞങ്ങളെ ഒത്തിരി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മൊത്തം, അതുപോലെ സനൂപ് സാറ്, അതുപോലെ ഇവരെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഇതുപോലെ ഒന്ന് ചെയ്യാൻ സാധിച്ചത്. അതിന് ഞങ്ങൾക്ക് എല്ലാവരോടും വളരെയേറെ നന്ദിയുണ്ട്. അതെ, വരാൻ പോണ ആളുകൾക്കുള്ളൊരു പ്രചോദനം കൂടിയാണ്. ഇവിടെ വന്ന നന്നായിട്ട് നല്ല പെർഫോം ചെയ്യിച്ചിട്ടേ വിടുള്ളൂ. ഇപ്പം ഓൾറെഡി ഇവിടെ ഒരു പത്തനംതിട്ട ടീമുണ്ട്. അടുത്ത പത്തനംതിട്ട ടീമാണ് ഈ വന്ന് ചാടിയിരിക്കുന്നത്. അവരെ പോലെ നിങ്ങളും എത്തും, അത് 100% ഉറപ്പാണ്. അല്ല, ഇവിടുത്തെ ഞാൻ ഗ്യാരണ്ടി. ഇവിടുത്തെ ഗ്രൂമേഴ്സിന്റെ കഴിവ് അപാരമാകട്ടോ. ഞങ്ങളെ ഈ ലെവലിൽ എത്തിക്കണമെങ്കിൽ അവരുടെ കഴിവ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. മിടുക്കന്മാരല്ലേ അവര്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ധൈര്യത്തോടുകൂടി ഇങ്ങോട്ട് പോരു, ബാക്കിയെല്ലാം ഞങ്ങൾ ഇവിടുന്ന് തരാം. അതുപോലെ അർജുൻ സാറിന്റെ സപ്പോർട്ടും. അതെ. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഹാപ്പിയാണ് അല്ലേ? അതെ സാറേ, ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് എത്രയാണ് കിട്ടിയതെന്ന് അറിയണ്ടേ? മാർക്ക് അറിയണ്ടേ? അപ്പം ഞാൻ തന്നെ ആദ്യം തരാം. ഞാൻ ഫസ്റ്റിലെ തന്നെ ഒരു 20,000 രൂപ അങ്ങ് തരിക. ഞാനും ഒട്ടും കുറക്കുന്നില്ല, 21,000 രൂപ. അപ്പൊ ടോട്ടൽ എത്രയാണെന്നറിയാമല്ലോ? 41,000 രൂപ 2 പേര് പറഞ്ഞപ്പോഴേ ആയി കിടക്കുകയാണ്. ഇനി ബാക്കി എത്രയാണെന്ന് അറിയണ്ടേ? ഇനി കോഴിമുട്ട കക്കാൻ നിൽക്കണ്ട, ബാക്കി ബാലൻസ് ഞാൻ തരാം. പിടിച്ചോ. മനസ്സിൽ
സുധ ചേച്ചി എന്താ കരയണത്? സന്തോഷം സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടാണോ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്നിത്രേ. പക്ഷേ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നില്ലേ? എന്താ നോക്കി ബാക്കി കിടക്കണം നോക്കിയൊന്ന് എന്ന് നോക്കത് എത്രയാണ് എമൗണ്ട് എന്ന്. സിൽവർ പഞ്ച്. ചേച്ചി ചേച്ചി പറ. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിന് ഇവിടെയുള്ള എല്ലാ ഗ്രൂമേറ്റ്സും മറ്റേ എല്ലാ സാറന്മാരും അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയത്. അതിനെല്ലാവരോടും വളരെയേറെ നന്ദി. പിന്നെ ഈ ഫ്ലവേഴ്സ് ടിവിക്കും ഞങ്ങൾക്ക് ഈ ഫ്ലോറിൽ എത്താൻ കഴിഞ്ഞല്ലോ, അതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഇന്ന്. നേരത്തെ നമ്മൾ ഈ ഐറ്റം വേറെ കണ്ട് 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 ഇങ്ങനെ ഈ ഫ്ലോറിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എങ്ങനെ ഇപ്പൊ എത്തിച്ചേർന്നതിന് ശേഷം എന്താണ് എന്നെങ്കിലും കരുതിയ ഇവിടെ വരും ഈ 75,000 രൂപ അടിക്കും സിൽവർ പഞ്ച് അടിക്കും എന്നൊക്കെ വിചാരിച്ചു? വരണം ഒന്ന് പെർഫോം ചെയ്യണമെന്നല്ല കരുതിയുള്ളൂ. ആദ്യത്തെ വരവിന് തന്നെയാണ് ഒന്നാമത്തെ സ്റ്റേജിൽ കയറുന്നു, 75,000 രൂപ അടിക്കുന്നു. വലിയ ഭാഗ്യമല്ലേ അത്? അതിനെ കുറിച്ച് 2 വാക്ക് പറ. അതെ സാറേ, ഇവിടെ വരാൻ ആഗ്രഹിച്ചു, പക്ഷെ എങ്ങനെ വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം പുതിയൊരു ഇത് വന്നപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ എന്നാൽ നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ സെലക്റ്റായി. അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നതാണ്. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ ഞങ്ങളെപ്പോലെ ആഗ്രഹമുള്ള ഒത്തിരി പേര് വെളിയിൽ നിൽപ്പുണ്ട്. അവർക്കൊക്കെ ഇതൊരു പ്രചോദനമാകണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും ഫ്ലവേഴ്സിൽ ഇനിയും വരണം, എല്ലാവരുടെയും കഴിവുകൾ ഇവിടെ വന്ന് തെളിയിക്കണം. അതേ എനിക്ക് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതെ. സുധ ചേച്ചിക്ക് വേറെ എന്തോ പറഞ്ഞോ ചേച്ചി, മനസ്സ് പറഞ്ഞങ്ങ് പറഞ്ഞു. സലീം പറഞ്ഞ പോലെ ഒരുപാട് നാളായി ഞങ്ങൾ ഈ ഫ്ലോർ ആഗ്രഹിക്കുമായിരുന്നു. ഞാൻ എന്നും അവളുമായിട്ട് സംസാരിക്കും. ഞാൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം ഞാൻ എപ്പോഴും അവളുമായിട്ട് വിളിക്കും. ഞാൻ പറഞ്ഞു, എടി ഇതുപോലെ ഫ്ലവേഴ്സ് ടിവിയുടെ ഓഡീഷൻ നടക്കുന്ന എറണാകുളത്ത്, സമയമില്ല എങ്കിലും നമുക്ക് 2 പേർക്കൂടെ ഓടിപ്പോകണം എന്നും പറഞ്ഞ് അവളും പറഞ്ഞാൽ വാടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി. കഴിഞ്ഞ ശനിയാഴ്ചയാന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ ചെന്നു ആ ഓഡീഷന് പങ്കെടുത്തു. അവിടുന്ന് ഞങ്ങൾ സെലക്ടഡായി. ഞങ്ങൾ തിരിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. ഐറ്റം വേറെയല്ലേ ഞങ്ങളെ എടുത്തെന്ന് കേട്ട് അത് ഞങ്ങൾക്ക് അതിൻ്റെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ അവളോട് അത് പറഞ്ഞു. അപ്പം അന്ന് അവൾ പറഞ്ഞു, എടി നമുക്ക് വിശ്വസിക്കണം, നമ്മൾ ഐറ്റം വേറെ വന്നു. എന്നിട്ട് ഞങ്ങൾ അധികം ആൾക്കാരോട് പറഞ്ഞില്ല, വീട്ടുകാരോടെല്ലാം പറഞ്ഞിട്ടാ അവരുടെ റിയാക്ഷൻ എന്താ? അവർക്ക് നല്ല സപ്പോർട്ട്. ഇത് കേട്ടപ്പോഴേ നിങ്ങൾ പോയി അടിച്ചു കയറി വാ മോളെന്നാ എൻ്റെ അനിയത്തി ജോയ്സ് എന്നോട് പറഞ്ഞത് ഇന്നും വിളിച്ചപ്പം. എന്തായാലും ഇത് കാണുമ്പോൾ അവരൊന്ന് ഞെട്ടും കേട്ടോ. തീർച്ചയായിട്ടും ഞെട്ടും. അതെ, പിന്നെ പരിസരത്തൊക്കെ ഉള്ള ആളുകൾക്ക് എങ്ങനെ അറിയാമോ? അവർക്കൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവിടെ വന്ന. അത് ഒത്തിരി ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കുറച്ച് പേര് അവര് കണ്ടു ഞെട്ടട്ടെ. അവര് കണ്ടു. ഒരുപാട് അനുമോദനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ കുറെ അസൂയക്കാരും ഉണ്ടാവും കേട്ടോ. അല്ല ജോൺസൺ ചേട്ടാ, ഇവർ 2 പേരുടെ കൂടെ നിന്ന് ചെയ്തപ്പോൾ എന്താണ് ഒരു അല്ല, എന്നെ ഇവിടുന്ന് ഫ്ലവേഴ്സ് ടിവിയിൽ നിന്ന് വിളിച്ച് അർജുൻ സാറും ഇവരെ ഗ്രൂമേഴ്സും കൂടെ വിളിച്ചു. അല്ല, ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഇവരെ കാണുന്നത് തന്നെ. അപ്പം ഞാൻ 2 ദിവസമാണ് ഇവരുടെ കൂടെ റിഹേഴ്സലിന് വന്നത്. അപ്പം ഇത് ഇങ്ങനെ ഒരു സിൽവർ പഞ്ചിലേക്ക് പോകുമെന്നുള്ള ഒരിക്കലും ഇതാണ്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ ഈ 2-3 ദിവസം. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തു. നല്ല ടൈമിംഗ് ആയിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തു. എപ്പോഴും റിഹേഴ്സൽ അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഓരോ കാര്യങ്ങളും ശശാങ്കണ്ണനും സനുവും അവരൊക്കെ കൂടെ വന്നേച്ചു അവിടെ ചെയ്യും ഇവിടെ ചെയ്യും, അത് അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് മാറി നിൽക്കുക, ഓരോ കാര്യങ്ങളും പറഞ്ഞ് നല്ല കറക്റ്റ് ആക്കി ഉള്ള ഒരു വിജയമാണ്. അത് അവർ പറഞ്ഞു തരുന്നത് മാത്രമല്ല, നമുക്കത് കേട്ടിട്ട് മനസ്സിലാക്കാൻ കൂടി വേണം, ഇവിടെ പെർഫോം ചെയ്യാനും കൂടി കഴിവ് വേണം. അത് 3 പേരിലുണ്ട് ഭയങ്കരമായിട്ട്. അല്ലെങ്കിൽ എന്തായാലും നടക്കൂലല്ലോ. ശശാങ്കൻ ഒരു ഗംഭീര ഐഡിയ കൊടുക്കാം. അല്ല, ഇനിയിപ്പോ ഇവർക്ക് 3 പേർക്കും ഒരു ടീമായിട്ട് അങ്ങ് മുമ്പോട്ട് യാത്ര തുടരാം. ഉടനെ തന്നെ അടുത്ത പ്ലാൻ ചെയ്യുക, നേരെ ഇവിടെ വരെ. ഇതിന്റെ മേളിൽ എമൗണ്ട് ഉണ്ട് ഇനി കേട്ടോ. 75-ലൊന്നും തീരെയല്ല. അത് എത്ര വേണേലും മുമ്പോട്ട് പോകാം, എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ? നമുക്ക് ഒരുപാട് സന്തോഷം. ജോൺസൺ ചേട്ടനും അതായത് സുധ ചേച്ചിയും അതുപോലെ സലീം ചേച്ചിയും, എനിക്ക് തോന്നുന്നു ഐറ്റം വേറെ എന്ന ഫ്ലോറിലെ പുതിയ താരോദയങ്ങളാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ടുള്ള സ്കിറ്റായിട്ട് വരുക, അവിടെ 0 കൂട്ടുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്താരാ? ഒരു ഗംഭീര ടീമാണ്. അതെ, എപ്പോഴും എനിക്ക് തോന്നുന്നു സിൽവർ മാത്രം
പടപടയെന്ന് അടിച്ചുകൊണ്ട് പോണ ഒരു ടീമായിരുന്നു എസ്സിൽ തുടങ്ങുന്ന അല്ലേ? അതെ, ഇപ്രാവശ്യവും സിൽവർ അടിക്കുമായിരിക്കും. അതെ. ആരൊക്കെയാണ്? സെൽവരാജ്, ശ്യാമു, മനു, കുമ്പാരി. ഓ സൂപ്പർ. വേറെ മക്കളെ, ലച്ചുമോളെ, അച്ചു, ഇന്ന് അച്ഛന്റെ സന്തോഷ ദിവസങ്ങളാണ് മക്കളെ. ലഹരിക്കെതിരെ പോരാടിയതിന് നമ്മൾ അമ്പല കമ്മിറ്റിക്കാർ അച്ഛന് മികച്ച സൽസ്വഭാവി അവാർഡ് തരാൻ പോവുകയാണ്. എല്ലാം എൻ്റെ മക്കളെ പ്രാർത്ഥനയാണ് കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ മക്കള്. ആരാത്? എന്റെ പൊന്നു മക്കളെ, ആ അടുക്കള കഥവാടേ, ആ പൂച്ച കയറുന്നാണ്ടില്ലേ, അടക്കേ. ഹലോ ഹലോ, അച്ചു എത്തി. ആണോ? അത് എവിടെയപ്പോ? ഞാനിപ്പോ നിങ്ങളുടെ തട്ടിന്റെ മേളില, വീടിന്റെ മേളില്. അയ്യോ, തട്ടുംപുറത്തെങ്ങാനും ഇരിക്കുന്ന അച്ഛൻ കണ്ടു കഴിഞ്ഞാ അച്ഛന്റെ കയ്യിൽ നിന്ന് തട്ട് കിട്ടാതെ നോക്കണേ. പേടിക്കണ്ടെന്ന് അച്ഛൻ കാണാതെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് തട്ടിന്റെ മേളിലോട്ട് കേറിയിട്ടുണ്ട്. ആണോ? പിന്നെ ഞാനിങ്ങോട്ട് വന്നത് എന്താണെന്നറിയാവോ? എന്തിനാ? ഉത്സവമല്ലേ, നിന്നെ ഒന്ന് കാണുക, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരിക, അങ്ങ് പോവുക. പിന്നെ തട്ടുംപുറത്ത് ഇരിക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ അച്ഛൻ ഭരതൻ മാഷിന്റെ റെഫറൻസാ അവിടെ മൊത്തം. ഭരതൻ മാഷിന്റെ റെഫറൻസാ? ഈ മുത്തുച്ചിപ്പിയും ഫയറൊക്കെയാണോ ഭരതൻ മാഷിന്റെ റെഫറൻസ്? നല്ല റെഫറൻസ്, നല്ല റെഫറൻസ്. പിന്നെ അച്ഛന്റെ എഴുത്തിന്റെ ചിന്താഗതിക്ക് ഊന്നൽ നൽകുന്ന ഉപകരണങ്ങളാ അവിടെ മൊത്തം. നല്ല ഊന്നല് നടക്കുന്നുണ്ട് മേളിൽ. അല്ല, നിന്റെ അച്ഛന് എന്തിന് അവാർഡ് കിട്ടുന്നതാ പറഞ്ഞത്? അത് ഈ ലഹരിക്കെതിരെയുള്ള സൽസ്വഭാവി അവാർഡ്. അർഹരാ പുള്ളി, നല്ല അർഹരാണ്. ഈ അമ്പല കമ്മിറ്റിക്കാരുടെ തട്ടിന്റെ മേലിലോട്ട് വന്ന് നോക്കരുതേ എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടാ. അതെന്താ? അല്ല, ഒന്നുമില്ല. അപ്പഴേ എല്ലാരും പോയി കഴിയാൻ നേരത്തെ എന്നോടൊന്ന് പറയണം. വരുന്നു, ഗിഫ്റ്റ് തരുന്നു, ഞാൻ പോകുന്നു. ഓക്കെയാണല്ലോ? ശരിയെന്നാ. പിന്നെ ഉമ്മ. Many happy returns of the day. Thank you. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുളിര് ബസ്സിലെ ഡ്രൈവർ, പറക്കും ചന്ദ്രൻ. എന്തിനാ ഇവിടെ പറഞ്ഞു കയറിയ? ഞാനിങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ചെക്കിങ് കിടക്കുന്നു. പെട്ടെന്ന് വൺ വേ കിട്ടാത്തതുകൊണ്ട് ഞാൻ ബസ് തിരിച്ച് നേരെ റൂട്ട് പിടിച്ച് തട്ടിന് പുറത്തോട്ട് വരുവായിരുന്നു. അതൊക്കെ പോട്ടെ, തല എംവിഡി ആയിട്ടുള്ള സാറെന്താ ഇവിടെ? നീ റൂട്ട് തെറ്റിച്ചല്ലേ വന്ന ബസ്? അതെ. നിനക്ക് പെറ്റി അടിച്ചു തരാൻ പറയാവുന്ന? പെറ്റി അടിച്ചു തരാൻ? ആര്? ഞാൻ. സാറാ? പിന്നല്ല. അത് വിട്. എന്ത്? അത് വിട്. എന്ത് കാര്യം പറ. സംഭവം എനിക്കറിയാം. എന്റെ അടുക്ക് അച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അച്ചുവിന്റെ ചേച്ചി ലച്ചുവായിട്ട് സാറ് പ്രേമത്തിലാണല്ലേ? സാറ് ലച്ചു ചേച്ചിയെ കാണാനായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അല്ലേ? അല്ലേ? ഒരു മിഠായി എനിക്ക് കൊടുത്താ? മുട്ടായി? പിന്നെ തുടങ്ങി മുട്ടായി തുടങ്ങല്ല, പിന്നെ പ്രേമവും ചമ്മലും കൂടെ ഒരുമിച്ച് വന്നാ. ഞങ്ങളുടെ വീട്ടിലെ അമ്മിണിയാട് അയവിറക്കുന്നത് ഇങ്ങനെയാ. അമ്മിണിയാന്റെ കാര്യം നീ എന്തിനാ അവിടെ വന്ന്? ആര് വിളിച്ചോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ അവള് വിളിച്ചിട്ട് വന്ന. ആര് വിളിച്ചിട്ട് വന്നാലും ഞാൻ ഒരു കാര്യം പറയാം. നിന്നെ ഞാൻ കണ്ടിട്ടില്ല. വെളിയിൽ ആരെങ്കിലും പറഞ്ഞ നിന്റെ ജോലി പോകും. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട ഡയലോഗല്ലേ? ആരെങ്കിലും ഒരാള് പറഞ്ഞാ പോരെ, നിർബന്ധമുണ്ടാ? അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ സാറേ, ഞാൻ പറയട്ടെ, ഒരു ബസ് ഡ്രൈവറായിട്ടുള്ള എന്നെ ഒരു തട്ടിന്റെ വെളിയിൽ നിന്ന് പൊക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് വാർത്താ പ്രാധാന്യം ഇല്ല, അതവിടെ നിൽക്കും. പക്ഷെ അതുപോലെയല്ല, സ്ഥലം എംവിഡി അപ്രതീക്ഷിതമായ ഒരു വീടിന്റെ തട്ടിന്റെ വെളിയിൽ നിന്ന് പൊക്കുവാണെന്നുണ്ടെങ്കിൽ ജോലി പോകുന്ന കേസാണ്. ഉറപ്പായിട്ടും ജോലി പോകും സാറിന്റെ.
പിന്നെടാ. മാറ്, മാറ്, മാറ്. മാറ്, കുനിഞ്ഞ് നിക്ക്. മോളെ അച്ചോ, എനിക്ക് കഞ്ഞി എടുത്ത് വയ്ക്കളെ. പിന്നെ ഇന്നലത്തെ അച്ചാറ് വേണ്ട കേട്ടോ, അതിനകത്ത് ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട്, അച്ഛന് ഇഷ്ടമല്ല. പിന്നെ ഇപ്പൊ കുടിക്കുന്നത് കരിക്കും വെള്ളമല്ലേ? അതെന്താ പുള്ളി യശോദ എന്ന് പറഞ്ഞിങ്ങനെ? യശോദ എന്ന് പറഞ്ഞിട്ടിങ്ങനെ? അത് സംഭവേ പുള്ളിയുടെ ഭാര്യയാണ്. ഭാര്യ ഓർക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇതുപോലെ യശോദ എന്ന് പറയും. ഓരോരുത്തർ ഭാര്യ മറക്കാൻ വേണ്ടിയാണ് ഈ മദ്യം കുടിക്കുന്നത്. ഓർക്കുന്ന അത് സംഭവം എന്താന്ന് പറഞ്ഞാലേ, ഈ സാധനം പെട്ടെന്ന് ഇറങ്ങി പോകണ്ടേ. ഭാര്യയുടെ പേര് പറയാൻ നേരത്ത് മിക്കവാറും ടച്ചിങ്സ് വേണ്ടി വരത്തില്ല, അതുകൊണ്ടായിരിക്കും സാധനം അങ്ങ് ഇറങ്ങി പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു. എന്ത്? നമ്മളെ രണ്ടുപേരെയും കണ്ടിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും പെട്ടു പോകത്തില്ലേ ചേട്ടായി? ചേട്ടായി? ഓ ചേട്ടായി. അല്ല MVD ആയ ഞാൻ എങ്ങനെ നിന്റെ ചേട്ടായി ആവുന്നു? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ചേച്ചിയെ കെട്ടാൻ പോകുന്ന ആരാ? അത് ആണോ? അപ്പൊ ഇത് ചേട്ടായി, ഞാൻ അനിയൻ കുഞ്ഞ്. നീ അനിയൻ കുഞ്ഞും അല്ല ചെമ്പൻ കുഞ്ഞും അല്ല. നീ ബസ് നല്ലല്ലോ ഓട്ടിക്കടാ. ബസ് റോട്ടിൽ കൂടെ ഓട്ടിക്ക്. ദൂരത്തടിച്ചിറക്കണം. നീ എങ്ങനെ ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചാൽ ജീവിക്കൂടാ? ആര് ദൂരത്തടിച്ചു? നീ ദൂരത്ത് നീ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജ്യൂസും അതും ഇതൊക്കെ മേടിച്ച് പെപ്സി അതും ഇതൊക്കെ മേടിച്ച് കുടിക്കണം ഞാൻ കണ്ടു. ആ വർത്താനം മാത്രം ചേട്ടായി പറയരുത്. എന്ത്? ചേട്ടായിക്ക് അറിയാവോ എന്റെ അച്ഛൻ എന്നെ എങ്ങനെ വളർത്തിയെന്നുള്ളത്? മുണ്ട് മുറുക്കി കൊടുത്താണ് അച്ഛൻ 10 സെന്റ് സ്ഥലം ഉണ്ടാക്കിയത്. എന്റെ അച്ഛൻ മുണ്ട് മുറുക്കി കൊടുത്താണ് ആ സ്ഥലത്ത് ഒരു വീട് ഉണ്ടാക്കിയത്. ചേട്ടായിയുടെ അച്ഛൻ എങ്ങനെയായിരുന്നു? എന്റെ അച്ഛന് പാൻ്റായിരുന്നു, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാരും മുണ്ട് മുറുക്കിയെടുത്തും കഷ്ടപ്പെട്ട് തന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ എന്തോന്നാണ് തട്ടുമുട്ടൊക്കെ തട്ടിന് മേളില്? ഓ എലിയുടെ ശല്യമാണെന്ന് തോന്നുന്നു. ഓനെ ജിമ്മി, ഓ തട്ടിന് മേളിൽ നോക്കടാ, നോക്കടാ. പോയി. നമ്മൾ പറഞ്ഞോണ്ട് വന്നത് ഞാൻ എങ്ങനെയാണ് അവളെ വളച്ചെന്നറിയാവോ? പറയണ്ട, പട്ടിയെ വളച്ച കണ്ട്. ഇപ്പൊ അവളെ വളച്ച ഞാൻ അറിഞ്ഞിട്ട് എന്തോ കാര്യം? നിസ്സാര സമയം മതി നിനക്ക്. ചേട്ടാ അതൊന്നും അല്ല ചേട്ടാ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താടാ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് എവിടെയെങ്കിലും ഒക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പിന്നെ പോണം. നമ്മള് പെൺകുട്ടികളുമായിട്ട് പോണ്ടേ കല്യാണം കഴിഞ്ഞാൽ? അതല്ലേ ഒരു സന്തോഷം. ചേട്ടായി കല്യാണം കഴിഞ്ഞാൽ ചേച്ചിയായിട്ട് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചിറാപ്പുഞ്ചി. ചിറാപ്പുഞ്ചി പോയിട്ട് അവിടുന്ന് ഗുജറാത്ത്, ഗുജറാത്തിൽ പോയിട്ട് ഗോവ, ഗോവയിൽ പോയിട്ട് ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിൽ പോയിട്ട് മധ്യപ്രദേശ്, മധ്യപ്രദേശിൽ പോയിട്ട്. നിനക്ക് ഞാൻ ഒരു പെറ്റി അടിച്ചു തരണേ. നീ എന്തിനാ എന്നെയും പെണ്ണിനായിട്ട് ഇങ്ങനെ ഓട്ടിക്കുന്ന? എടാ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ പോകും. നീ പറയണോ അതിന്? സംഭവം ശരി. എന്തിനാ ചേട്ടാ എന്നോട് പറഞ്ഞ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൂടാകുന്നു ചേട്ടായി? നേരത്തെ വേറെ പേരാ പറഞ്ഞത്. സംഭവം എന്താണെന്നറിയാവാ? ഇത് ഐറ്റം വേറെ സീസൺ 2. ടച്ചിങ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം. ഓംപ്ലേറ്റിൽ ഉള്ളി കൂട്ടിയിട്ട് പെപ്പർ ഇട്ട് തരണം. പെപ്പർ ഇട്ട് പെട്ടെന്ന് വേണം. ഒരു 10 മിനിറ്റ് താമസം വരും. മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ തട്ടിന്റെ പുറത്ത് തട്ടുകടേ. ആടാ ആടാ നീ? ഞാനാ? നീ ആടാ? എന്താണ് നിനക്ക് ഇവിടെ കാര്യം? ഞാൻ കുളിര് ബസ്സിലെ ഡ്രൈവർ. നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ മാത്രമല്ല, സാറും ഉണ്ട്. സാർ അല്ല സാറേ, സാറെന്ത് സാറേ ഇവിടെ? വെള്ളിയാഴ്ച തന്നെ ഒരു 1.5 മണിക്ക് ശേഷം ബിവറേജ് ഒരു സാധനം എടുത്തോണ്ട് നിങ്ങൾ മദ്യപിച്ച മതോന്മത്തനായി ഒരു ബൈക്കിൽ വന്നില്ലേ? അപ്പൊ നിനക്ക് ഒരു 500 രൂപ പെറ്റി അടിച്ചു തന്നില്ലേ? ആ പെറ്റി നിങ്ങൾ അടച്ചില്ല. അത് തിരിച്ചു തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ അറിയാലോ സാറേ. അതെ, ഞാൻ ഓഫീസിൽ വന്ന് അടച്ചോളാം സാർ. അന്ന് പൈസ എന്റെ ഇല്ലായിരുന്നു. സർക്കാരിന്റെ പുതിയ തീരുമാനം എന്താണെന്നറിയോ? വീട്ടിൽ തന്നെ ചെന്ന് പൈസ മേടിക്കാൻ വേണം. ഇതെന്നെ ഇങ്ങനെ സംസാരിക്കുന്നേ? കള്ളത്തരം പറയാൻ ഏറ്റവും നല്ലത് ജോസ് പ്രകാശ. സാറിന്റെ പെറ്റി സാറേ. പെറ്റി ഓക്കെ സാറേ. എന്റെ ഡീലായല്ലോ. പക്ഷെ ഏതേത് ഏതടാ നീ? സാറ് പെറ്റി മേടിക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് മാറിയില്ല. നീ ഏതടാ? അല്ല, ഞാൻ നീ എന്തിന്റെ
എന്തുകൊണ്ടാ ഇവിടെ വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നെന്താ? നീ എന്തിന് ഇങ്ങോട്ട് വന്നെന്ന് മാത്രം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അല്ല ഞാൻ ഇങ്ങോട്ട് എടാ നീ ഒന്ന് പറഞ്ഞു താ, നീ എന്തിനാണ് വന്നതെന്ന്. അല്ല ഞാൻ വന്ന എടാ, ഒന്ന് ആലോചിച്ചെടുക്കട്ടെ നോണ, പെട്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, പുള്ളി അത് നുണഞ്ഞെടുക്കണ്ടേ ഒരു കാര്യം പറയാൻ. അത് നിങ്ങളിങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് അറിയാം. അന്ന് സാറ് പിടിച്ച് പെറ്റി അടിച്ചായിരുന്നു. എന്നിട്ട് വണ്ടി അവിടെ വാങ്ങിച്ചു വെച്ചപ്പോഴത്തേക്ക് ഒരു ബസ്സിലോട്ട് കയറിയായിരുന്നു. ബസ്സിൽ കയറിയ ഞാൻ വീട്ടിൽ വന്നത്. എന്റെ ബസ്സിലാ കയറിയത്. പിന്നെ എന്റെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് സാറ് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ടിക്കറ്റിന്റെ പൈസ തരാൻ ബാക്കി ഉണ്ടായിരുന്നു. ശരിയെന്നാ? ഓ 9 രൂപ. 9 രൂപ അത് തരാനായിട്ട് വന്നതാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സത്യസന്ധത. ശരി കേട്ടോ, ചില്ലറൊക്കെ ഓക്കെ അല്ലേ? പറക്കം ചെന്നാണ് നിന്നേ. ദൈവമേ പൊക്കിയെന്നോ തോന്നുന്നു. ഭഗവാനെ കൃഷ്ണ ദൈവമേ പൊക്കല്ലേ. ആ രണ്ടാമത്തെ പടിയുടെ പല ഇളകി കിടക്കുകയാണ്. സൂക്ഷിച്ചിറങ്ങി പോണം. അതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. നേരത്തെ അറിയായിരുന്നു? അല്ല നേരത്തെ എങ്ങനെ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും കണ്ടായിരുന്നല്ലോ. അതാണ് നീ ചോദിക്കണം. നീ എങ്ങനെയാണ് കയറി വന്ന് ഇങ്ങോട്ട് പാടാ? സാറേ എന്തിനു സാറേ ഇവിടെ കയറി? അല്ല സാറിനെ ചോദിച്ചു സാറേ. അത് വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല. വിഷയമാക്കണം. എന്റെ മച്ചന്റെ മുകളിൽ ഇവനെന്തൊരു കാര്യം? ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? പറഞ്ഞില്ലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. എന്നെ ഞാൻ ഇവിടെ വിളിച്ചു എത്ര പേര് വരുമെന്ന് അറിയാമോ? നാട്ടുകാരെ വിളിച്ചു നിന്നെ തല്ലി കൊല്ലുവന്മാര്. നാട്ടുകാരെ ഞാൻ വിളിക്കും. നാട്ടുകാരെ വിളിക്കേ. നാട്ടുകാരെ ഞാൻ വിളിക്കും. നാട്ടുകാർ വരട്ടെ, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് എന്തോ അവാർഡ് കിട്ടുന്നെന്നാ പറഞ്ഞത്? സൽസ്വഭാവി അവാർഡ്. സൽസ്വഭാവി എന്തിനാണ് സൽസ്വഭാവി കിട്ടുന്നത്? ലഹരിക്കെതിരെ എന്തോ ഇത് ചെയ്തേനല്ലേ സാറേ? ആ ഊതിക്കുന്ന മെഷീനുണ്ട്, പുള്ളി ഒന്ന് ഊതിക്കിടക്കട്ടെ നാട്ടുകാർ വരാതെ. അത് തന്നെയല്ല, ഊന്നല് കൊടുത്ത വസ്തുക്കളൊക്കെ മുക്കിലൂടൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് നാട്ടുകാർ വരാതിരുത്തൊന്ന് പറയാനുണ്ടല്ലോ. എനിക്കത് സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറേ നാട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പറഞ്ഞു പക്ഷെ എന്നാലും സാറ് നിൽക്കുകയല്ലേ? സാറിന് കാര്യം എന്തിനാണ് ഇവിടെ വന്നതെന്ന് നമുക്ക് അറിയാം. വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ഇളയ മോളില്ലേ, ഇളയ മോളായിട്ട് പുള്ളിക്ക് ഒരു ഇഷ്ടമുണ്ട്. അതൊന്ന് പറയണം, സമ്മാനം കൊടുക്കണം. അതെ ഒന്ന് എഴുന്നേക്ക്. എന്താ സാറേ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മക്കളായോണ്ട് പറയല്ല, എന്റെ മക്കളാണ് ഈ വീട് കോളേജ് വീട് അങ്ങനെ വളർത്തിയ മക്കളാണ്. ഒരു പുരുഷന്റെ മുഖത്ത് അവള് നോക്കത്തില്ല. അങ്ങനെയുള്ള പെണ്ണിനെ ടൂൺ ചെയ്യാൻ എളുപ്പം. ടൂൺ ചെയ്തെന്ന് നീ പറഞ്ഞ? അല്ല ഞാൻ സാർ കേട്ടാ സാർ അച്ഛന്റെ മുഖത്ത് പറഞ്ഞ ടൂൺ ചെയ്തെന്ന്. എന്തുവാടാ സംസാരിക്കും? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വായിക്കാത്ത വന്നപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് നിനക്കൊരു സ്റ്റാറ്റസ് ഇല്ലടാ, മാനേഴ്സ് ഇല്ലേ? നീ ഡ്രൈവർ അല്ലേ? വളയ്ക്കാന്ന് പറയണം. അല്ല സാറായിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല. സാറേ എന്റെ മക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്റെ ഭാര്യ പറഞ്ഞതെന്നറിയാമോ? അവരെ സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കണേ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. സാർ ഇവൻ എങ്ങനെ തോന്നി സാർ എന്റെ അടുത്ത് പെണ്ണി ചോദിക്കാൻ? അല്ല പെണ്ണു വയ്ക്കാൻ വയ്യാത്ത കാര്യം എന്താ? ഒരു ചെറുപ്പക്കാരനല്ലേ? അവന് ദമ്പടി വല്ലോണ്ട് ഒരു പെണ്ണിനെ പോലെ. പെണ്ണിനെ പോലെ ദമ്പടി ഉണ്ടാടാ എന്റെ? അതെന്തോ ചോദ്യമാണ് ചോദിക്കുന്നത്. ബസ്സിലെ പണിക്കാരനാണ് ഞാൻ. 1500 രൂപ എനിക്ക് ഒരു ദിവസം സാലറി ഉണ്ട്. അതിൽ നിന്ന് 200 രൂപ എന്റെ ചെലവ് പോയി കഴിഞ്ഞാൽ ബാക്കി 1300 രൂപ സേവ് ചെയ്യും. 1300 ഗുണം 30 കൂട്ടി നോക്ക്. അല്ല അത് മതിയാവും. കാരണം അവൻ നോക്കിക്കോളും. 1300 മതി. മാസം ആകുമ്പോഴത്തേക്ക് നല്ലൊരു തുക കാണും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനില്ല. 1300 ഗുണം 30 കൂട്ടി നോക്ക്. അല്ല അത് മതി. ഒരു നല്ല തുക കാണും. 1300 വെച്ച് കൂട്ടുമ്പോൾ നല്ല തുക കാണും സാറേ. 1300 ഗുണം 30 കൂട്ടി നോക്കണോ? എന്റെ പൊന്നു സാറ്, ഞാൻ സ്കൂളിൽ പോയില്ല. ഉച്ചക്കഞ്ഞ് മേടിച്ചെന്ന് പറഞ്ഞു വിട്ട് എന്റെ സാറന്മാരല്ല കൂടെ കടക്കല്ലേ എത്തിച്ചു കൊടുത്താൽ പോരെ? അവർ ഞാൻ കടിച്ചു കൊടുക്കാം. ഉള്ള കടക്കലോടെ എന്റെ തലയും കൊണ്ട് വെക്കുന്ന കാര്യം തരും. മാഷാണെന്ന് പറഞ്ഞു. അല്ല മാഷെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് ചേട്ടാന്ന് അണ്ണാന്ന് വിളിക്കാൻ തിരിയൂല. അങ്ങനെയുള്ള മാഷിന്ന് വിളിച്ചു തുടങ്ങിയപ്പോ നാട്ടുകാരും വിളിച്ചു. ഇതൊക്കെ ആര് പറഞ്ഞ് ഫ്ലാഷ് ആക്കണോ? പുള്ളിയാണ് ഇപ്പൊ മൊത്തം ഫ്ലാഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ല സാറേ, ഇവന്റെ കുടുംബ പേര് എന്തെങ്കിലും ഉണ്ടോ സാറേ? പെണ്ണ് കെട്ടിച്ചു കുടുംബ പേര് വല്ലതും ഉണ്ടാവും? എന്നെ അറിയത്തില്ല. ഞാനേ കണ്ടംകുളത്തി ഏലാതിലേഹിയോ? അല്ല, പിന്നെ കണ്ടംകുളത്തിലുള്ള ഉത്തമനുണ്ടല്ലോ. ഉത്തമന്റെ പോരാ നീ? അവന്റെ മോനെ. അയ്യോ എന്റെ ഉത്തമന്റെ മോൻ. എടാ എന്റെ ഉത്തമന്റെ മോൻ. സാറേ കൊച്ചിലെ ഇത്രേ ഉള്ളായിരുന്നു സാറേ എന്റെ ഉത്തമന്റെ മോൻ. സാറേ കൊച്ചിലെ ഇത്രേ ഉള്ളായിരുന്നു എന്റെ ഉത്തമന്റെ മോൻ. എന്റെ ഉത്തമന്റെ മോനെ. സാറേ കൊച്ചിലെ ഇത്രേ ഉള്ളായിരുന്നു സാറേ. ഞാനാ പിടിച്ച് വലുതാക്കിയത്. അല്ല സാർ ചൂടാവുന്ന എന്റെ ഉത്തമന്റെ മോനാണ്. എനിക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾ കുടുംബക്കാരെല്ലാവരും വിളിച്ച് നമുക്ക് ആലോചിക്കാം. അതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ അനുഗ്രഹിക്കണം അച്ചാച്ചി. അച്ചാച്ചി അതൊക്കെ സെക്കൻഡ് വെച്ച് ബന്ധം സ്ഥാപിക്കാൻ എടുക്കണം. അച്ചാച്ചി അങ്ങനെ ചേട്ടായി. പക്ഷെ വേറെ കാര്യമുണ്ട് സാറേ. നമ്മൾ നാട്ടു നടപ്പ് അനുസരിക്കണല്ലോ. മൂത്ത ഒരു പെൺകൊച്ച് നിൽക്കുമ്പോഴോ നമ്മളെ ഇളയതിനെ കെട്ടിച്ചിടുന്നു
ഗുഡ് ഡിസിഷൻ, ഗുഡ് ഡിസിഷൻ. സത്യം, നല്ല കാര്യം. അത് നമ്മൾ ചെയ്യണം. അതെ, മൂത്ത കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് ഇളയത് നമുക്ക്. പിന്നെ അല്ലെങ്കിൽ വിഷമം വരും. വിഷമം നാട്ടുകാരത്തല്ല. പിന്നെ അവര് സ്നേഹത്തോടെ കഴിഞ്ഞല്ലേ, അത് വേണം, അത് ഉറപ്പായിട്ടും വേണം. പക്ഷെ ഇത്ര പെട്ടെന്നൊരു ബ്രോക്കറിനൊക്കെ സെറ്റ് ചെയ്യുക, പെട്ടെന്നൊരു കല്യാണം നടക്കുന്ന കാര്യമല്ല. എന്റെ പരിചയത്തിൽ ഒരു ചെറുക്കാനുണ്ട്. എന്റെ പുത്തവന് മാറാം. പറ. സുന്ദരൻ. സുന്ദരൻ, അത് വേണം. സുമുഖൻ. സുമുഖൻ. സൽസ്വഭാവി. അത് വേണം. നല്ലൊരു മനുഷ്യനാണ്. ഇവിടെയാണ് ഇപ്പൊ അമേരിക്കയിലുള്ള സാംബശിവൻ ചേട്ടന്റെ മോൻ ഗബ്രിയൽ. അമേരിക്കയിലുള്ള സാംബശിവൻ ചേട്ടന്റെ മോൻ ഗബ്രിയൽ. അതെങ്ങനെയാണ് അമേരിക്കയിലുള്ള സാംബശിവന് ഗബ്രിയൽ എന്ന് പറഞ്ഞ മോനുണ്ടാവുന്ന? സാംബശിവൻ മോൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ലിൻഡ ആന്റി എന്ന് പറഞ്ഞൊരു മദാമ്മയെ കെട്ടി. അങ്ങനെ അതാണ് ഗബ്രിയൽ. ഓ, അങ്ങനെ. അപ്പൊ അല്ല, അമേരിക്ക ആര്യപുരം എന്ന് പറയുന്നത് അത് കൾച്ചർ ശരിയാവില്ല. അല്ല, നമ്മളത് നോക്കണം, കൾച്ചർ നോക്കണം, കൾച്ചറിന്റെ വിഷയം. അത് സാർ പറഞ്ഞത് correct. പിന്നെ നമ്മുടെ രണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ പറഞ്ഞു? വേറെ ഉള്ളതെന്ന് പറഞ്ഞാ നല്ലൊരു ചെറുക്കനുണ്ട്. സുന്ദരൻ. വേണം. സുമുഖൻ. സുമുഖനും നന്നായിട്ട് പാട്ട് പാടും. അയ്യോ, അത് കറക്റ്റ്. UK വിശംബരൻ ചേട്ടന്റെ മോൻ ഊഷ്മളൻ. ഊഷ്മളൻ. അപ്പൊ അങ്ങനെ ചെറുക്കനാ. നമ്പർ നമുക്ക് നോക്കാം. ഒരു ദിവസം പറക്കും ചന്ദ്രൻ പറന്നു വരും. പറക്കും ചന്ദ്രൻ. എന്റെ സ്വരപേടകം ഇളവ് വീണാൽ നീ എന്റെ പേര് പറയില്ലടാ. അതെന്താ അങ്ങനെ പറഞ്ഞു? എത്ര പ്രാവശ്യം ഞാൻ അവിടെ കിടന്ന് കുറച്ച എന്റെ പേര് പറയാതെ നീ കണ്ണി കണ്ട അമേരിക്ക UK ഒക്കെ പറയേണ്ട കാര്യം? എന്റെ ചേട്ടായിക്ക് ഇത്ര ബുദ്ധിയില്ലാതായി പോയാ. ഞാനിപ്പോ ചേട്ടായിയുടെ പേര് ഉടനെ എടുത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മനസ്സിലാകത്തില്ലേ നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. മനസ്സിലായ? ഇത് ഞാൻ പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ചേട്ടായിയുടെ പേര്. ഇപ്പൊ കാണിച്ചു തരാം. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. അച്ചാച്ചി പറ. നമ്മള് കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കുന്നു. അതെ. ഒരു പെട്ടെന്നൊരു കാര്യം നമുക്ക് ഓടി ചെല്ലണം. അതെ അതെ. നമ്മൾ അടുത്തുള്ള പയ്യനായിരിക്കണം. പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ വളരെ നന്നു. സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതിന് കറക്റ്റ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ് കറക്റ്റ്. സ്ത്രീധനമായിട്ട് എന്തെങ്കിലും കൊടുക്കൂ? അല്ല, സ്ത്രീധനം എന്റെ കയ്യിലില്ല. ഇല്ല. സ്നേഹിക്കാൻ എനിക്കൊരു മനസ്സുണ്ട്. നല്ലൊരു പെങ്കൊച്ചിനെ പുള്ളിക്ക് കൊടുക്കും. ഒഴുകി വെച്ചേക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് നല്ല മനസ്സും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടുക? ഇപ്പൊ സ്ത്രീധനം ആരും ചോദിക്കാറില്ല. നല്ല ചെറുപ്പക്കാരും ചോദിക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുക്കനുണ്ട്. ഒരു ചെറുക്കനുണ്ട്. നീ നിർത്ത്. ഒരു കാര്യം പറയട്ടെ. ഇത്രയും നേരം നീ ചെറുക്കന്റെ കാര്യം നീ പറഞ്ഞോണ്ടിരിക്കില്ലേ? സാറെന്ന് സാർ ഒരു വാക്ക് മിണ്ടാത്തത്? ഇവൻ രണ്ട് ചെറുക്കന്റെ കാര്യം പറഞ്ഞു. സാറെന്താ മിണ്ടാതെ നിൽക്കണത്? അല്ല, ഞാൻ എന്റെ കല്യാണം ഇതുവരെ ആയിട്ടില്ല. ആയിട്ടില്ലേ? നാളിന്റെ പ്രശ്നമുണ്ട്. സാറെന്താണ് നാള്? എന്റെ മകയിരത്തിന്റെ പ്രശ്നം. മകയിരത്തിന്റെ. എന്റെ മോക്ക് ചിത്രയാണ്. ചിത്രയും മകരമായിട്ട് 10 ൽ 10 പൊരുത്തമുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഒതുങ്ങൂലല്ലോ. ഇവരൊക്കെ വലിയ ആൾക്കാരെ നമുക്ക് ചോദിക്കാനും പറ്റൂല. പുള്ളിയെ അതാണ് ഒന്ന് ചോദിച്ചു നോക്കണം. സാറേ, അച്ചാച്ചി പറഞ്ഞു വരുന്നത് സാറിന് ഇവിടുത്തെ മൂത്ത മോളെ കെട്ടാൻ താല്പര്യം ഉണ്ടോ എന്താണ്? പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ വേണ്ട. അല്ല, അങ്ങനെ വേണ്ടെന്നല്ല. അതല്ല, നമുക്ക് ആലോചന വെക്കാം. കുഴപ്പമില്ല, ആലോചന വെക്കാം. അപ്പൊ വളരെ സന്തോഷമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മക്കളെ എന്താ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനേ പൈസയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് അവർക്ക് രാമമോതിരം മേടിച്ചായിരുന്നു. അവരെങ്ങോട്ട് അവൾ ഇവിടെ ഉണ്ടോ കൊടുക്കാൻ? അമ്പലത്തിൽ പോയി വെറുതെ തട്ടിന്റെ വെളി കയറി. ഇത് അവള് വരാൻ നിർത്തുന്നു കൊടുത്താ ചാച്ചി. ഓക്കെ. പിന്നെ ഞാനും അങ്ങോട്ട്. അല്ല, അച്ചാച്ചിക്ക് സമ്മാനമൊന്നുമില്ലേ? യവന്മാര് വിചാരിക്കും ഞാൻ വെറും മണ്ടനാണെന്ന്. യവന്മാരെ സ്നേഹിക്കുന്ന കാര്യം എന്റെ മക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് എന്റെ മക്കൾ. ഞാൻ അങ്ങനെയാണ് മക്കളെ വളർത്തിയത്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. പണ്ട് 35 കൊല്ലത്തിന് മുമ്പ് ഈ തട്ടിന്റെ മുകളിലിട്ട് ഓട്ടിച്ചാണ് എന്റെ കല്യാണം നടന്നത്. അതേ തട്ടിന്റെ മുകളിൽ തന്നെ എന്റെ മക്കളെ നിശ്ചയവും നടന്നു. ഇതാ പറഞ്ഞത്, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. നസീർക്ക കൊള്ളായിരുന്നു കേട്ടോ. നല്ല സൈലന്റ് ആയിട്ട് നിങ്ങൾ ചിരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ബഹളങ്ങളോ ഒച്ചയോ ഒന്നുമില്ലാതെ, ഒരുപാട് ഓവർ ആക്ഷനുകളോ ഒന്നുമില്ലാതെ സൈലന്റ് ആയിട്ട് നിന്ന് നിങ്ങൾ ചിരിപ്പിച്ചു. നല്ല സ്ക്രിപ്റ്റ്, നല്ല ക്ലൈമാക്സ്. സാധാരണ നിങ്ങൾക്ക് ക്ലൈമാക്സിനാണ് എപ്പോഴും ക്ഷാമമുള്ളത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് നന്നായിരുന്നു. നല്ല രസമായിരുന്നു. ഉള്ള കൗണ്ടറുകളൊക്കെ നല്ല പഞ്ചായിട്ടുള്ള കൗണ്ടറുകളായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു. അടിപൊളി. പ്രസാദേട്ടാ പറയൂ.
നമ്മുടെ ഈ വേദിയിൽ വരുന്ന സാധാരണ കോമഡി സ്കിറ്റ് അല്ല ഇത് ശരിക്കും. ഒരു ചെറിയ നാടകം, ഹാസ്യ നാടകം എന്നൊക്കെ പറയാവുന്ന. എന്നാൽ നാടകത്തിൻ്റെതായിട്ടുള്ള പവറും ബഹളവും അങ്ങനെ നാടകീയതയൊന്നുമില്ല. നിങ്ങൾ വളരെ ലൈഫുള്ളൊരു നാടകം കളിച്ചൊരു ഫീൽ ചെയ്തത്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു കളി. സാധാരണ നിങ്ങളുടെ കളിയും അറിയാമല്ലോ, ബാക്കിയുള്ള സ്കിറ്റുകൾക്കൊക്കെ ഉള്ള ഒരു പഞ്ചും പവറും കോമഡി കൗണ്ടറുകളും എല്ലാം കൂടെ ഇങ്ങനെ ബഹളമായിരിക്കും. ഇതൊന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു. വളരെ വളരെ ഭംഗിയായിട്ട് ആ ചമ്മലും പ്രേമവും എല്ലാം കൂടെ എല്ലാ സാധനവും നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ ഈ സ്വർണത്തിനൊക്കെ വില കൂടി വരുമ്പോൾ പല അച്ഛന്മാരും ചിന്തിക്കുന്ന ഒരു ചിന്ത തന്നെയാണ് ചിന്തിച്ചത്. കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. അപ്പം നമ്മളെ മണ്ടനാക്കണ്ട, നമ്മൾ അതിലും വലിയ മണ്ടനാണ്, അതിലും വലിയ ബുദ്ധിമാനാണ് നമ്മളെന്ന് ശരിക്കും അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം നല്ലൊരു ഫിനിഷിങ്ങും. എങ്ങനെ ഇത് ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും പോയി കഴിയുമ്പോൾ പിന്നെ ഒറ്റക്കായി. പിന്നെ ഇത് എങ്ങനെ ഇത് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് പവറൊന്നും കൂട്ടാതെ സോഫ്റ്റായിട്ട് പറഞ്ഞ് അങ്ങ് ഫിനിഷ് ചെയ്തു. ഓക്കെ, എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് അല്ലേ. കണ്ടന്റ് പറഞ്ഞു തന്നത് രാജേഷ് പാണാവള്ളി, രാജേഷ് ഏട്ടനാണ്. രാജേഷിന്റെയാണ്. ക്ലൈമാക്സ് നമുക്ക് പറഞ്ഞു തന്നത് രാജേഷ് ഏട്ടനാണ്. പിന്നെ രാജേഷ് ഏട്ടൻ ശശാങ്കൻ ഞാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. രാജേഷ് പാണാവള്ളിക്ക് ഒരു ഗംഭീര കൈയടി ഓഡിയൻസ് കൊടുത്തേക്ക് കേട്ടോ. ഈ രാജേഷിന് എന്താ ഈ മച്ചിൻ്റെ മുകളിൽ കാര്യമൊന്നും ഞാൻ ആലോചിക്കുക. രാജേഷിന് മച്ചിൻ്റെ മുകളുമായിട്ട് എന്ത് ചിന്തിക്കാനുള്ള കാര്യം എന്തുണ്ടായി എന്നും കൂടെ ഞാൻ പിന്നീട് ചോദിച്ചോളാം രാജേഷിൻ്റെ അടുത്ത് കേട്ടോ. ശ്യാമേ, മനു, നന്നായിരുന്നു കേട്ടോ. ഗംഭീര സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഈ തട്ടുംപുറത്ത് നമ്മളിങ്ങനെ ഒരു സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ സിനിമയിൽ എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സിനിമയുണ്ടെന്ന് തോന്നുന്നു, തട്ടുംപുറത്ത് അച്യുതൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സിനിമയൊക്കെ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും അതല്ലാതെ നമ്മൾ സ്കിറ്റിൽ ഒരിക്കലും ഇത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ റിസ്കിന് ആദ്യം കൈയടി തന്നെ കേട്ടോ. കാരണം ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്ത് മൂന്നുപേരും ഒന്നിനൊന്ന് മെച്ചം വന്നിട്ട് നല്ല കൗണ്ടറും കളി. ക്ലൈമാക്സിലാണ് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ ഈയിടെയായിട്ട് ക്ലൈമാക്സിൽ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിർത്തി പോകണം, കഴിഞ്ഞു, നിർത്തി പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്ന സംഭവമാണ്. ഹ്യൂമറൊക്കെ ഉണ്ടാവുമെങ്കിലും. പക്ഷേ ഇതിനകത്ത് പോയി എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകളായിട്ട് നല്ല ക്ലൈമാക്സ് ആദ്യം കണ്ടുപിടിക്കണം എന്ന് തോന്നുന്നു. ക്ലൈമാക്സ് വരെ നല്ല രസം ഉണ്ടായിരുന്നു. അത്യാവശ്യം ആവറേജ് നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പം മാർക്ക് കൊടുക്കാം അല്ലേ? സാട്ടം കൊടുക്കട്ടെ. സാട്ടം കൊടുക്കാം. ഞാൻ മാർക്ക് കൊടുത്ത് തുടങ്ങുകയാണ്. ആദ്യം 16,000 തുടങ്ങുന്നു. 16,000. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15ഉം 16 31. അതെ, ബാക്കി ഞാൻ തരാം. ദാ സംബന്ധിച്ചല്ലേ, ഇവരെ സംബന്ധിച്ച് വലിയൊരു റേറ്റ് ആയിട്ടില്ല അല്ലേ? സാരയില്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. അപ്പൊ അങ്ങനെ ആട്ടെ. ഓക്കെ, ഉള്ളത് ഗംഭീരമായിരുന്നു, അടിപൊളി. നസീർക്ക എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇന്നത്തെ സ്കിറ്റെല്ലാം ഗംഭീരമല്ലേ? അതല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം, അത് നമ്മൾ എല്ലാ പ്രാവശ്യം എല്ലാ സ്കിറ്റുകളൊക്കെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. അതെ, ഈ പ്രാവശ്യം വേറൊരു സെഗ്മെന്റ് വന്നല്ലോ. അതെ, അതെങ്ങനെയുണ്ടായിരുന്നു? അതാണ് ഏറ്റവും ഗംഭീരമായത്. നാട്ടിലെ കോമഡി ഗംഭീരമല്ലേ? ഗംഭീരമല്ലായിരുന്നു. വെടിക്കെട്ട് 3 ടീം എനിക്ക് തോന്നുന്നത് ഉത്സവത്തിന് ഒരു മാറ്റ് കൂട്ടുന്നത് പോലെ അത് ഒരു മാറ്റുകൂട്ട് തന്നെയാണല്ലേ? തീർച്ചയായും. എന്തായാലും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അവസാനിച്ചു. എല്ലാവരും നന്നായിട്ട് പോയി കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്.